വീണ വിജയന്റെ ലോക്കറുത ഇഡി പരിശോധിക്കുന്നു. പരിശോധന 1 മണിക്കൂർ കഴിഞ്ഞു, പരിശോധന 2 മണിക്കൂർ കഴിഞ്ഞു, പരിശോധന 3 മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു തുടങ്ങിയ മാധ്യമ റിപ്പോർട്ടിംഗ് കോലാഹലങ്ങൾ ഇന്നലെ അരങ്ങേറി. ഇന്നലത്തോടുകൂടി വീണ ടി അഥവാ വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയന്റെ മകൾ ഇഡിയുടെ കുരുക്കിൽ തന്നെ എന്നൊക്കെ വലിയ സന്തോഷത്തിലിരുന്ന സംഘികളും കോൺഗ്രസുകാരും മൗദൂദികളെല്ലാം ഒടുവിൽ ഇഡി പരിശോധനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് അവരുടെ മുഖഭാവവും അവരുടെ പ്രതികരണവും എല്ലാം കേട്ടപ്പോൾ മൊത്തത്തിൽ ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ അഥവാ ഉംഫി എന്ന് പറഞ്ഞാൽ മതി. കാര്യം വാർത്താ കോലാഹലങ്ങൾ സൃഷ്ടിക്കുക, അതിനുശേഷം ഇല്ലാത്തതുണ്ട് എന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു തോന്നൽ ഉണ്ടാക്കിയതിനു ശേഷം അവിടെ പോയി ഈ അഭിനയ നാടകങ്ങളെല്ലാം കളിച്ചതിന് ശേഷം ഒരു ബാങ്കിൽ കയറി ലോക്കർ പരിശോധിക്കാൻ 3 മണിക്കൂറിന്റെ ആവശ്യമില്ല. പക്ഷേ മാധ്യമങ്ങളെ കൊണ്ട് മണിക്കൂറുകൾ ഇങ്ങനെ പറയിക്കുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്നുള്ള ഒരു ആകാംക്ഷ ബിൽഡ് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു തന്ത്രം, ആ തന്ത്രത്തിനപ്പുറം ഇന്നിപ്പോ സംഗിണി സുജയ പാർവതി തന്നെ വായിച്ച വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം. CMR എക്സാലോജി കേസിൽ വീണ ടിയുടെ ലോക്കർ ഇന്നലെ ഇഡി 3 മണിക്കൂറാണ് പരിശോധിച്ചത്. ഒന്നും കിട്ടിയില്ല. പണമോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖയോ ലോക്കറിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്, അത് ഫ്രീസ് ചെയ്തിട്ടുമാണ്. HDFC ബാങ്കിന്റെ തിരുവനന്തപുരം MG റോഡ് ശാഖയിലെ ലോക്കറാണ് ഇന്നലെ ഇഡി തുറന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, സുപ്രഭാതം. ഈ തുറന്നിട്ടൊന്നും കാണാത്തത് വേണമെങ്കിൽ ഒരു പാട്ടിലൂടെയൊക്കെ പ്രകടിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? സുജയ, സുപ്രഭാതം. തീർച്ചയായും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്നലെ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കർ പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കാര്യമായി ഒന്നും കിട്ടിയില്ല, കാലിയായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് അവസാനം 3 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരം MG റോഡിലുള്ള ഈ HDFC ശാഖയിലെ വീണയുടെ അക്കൗണ്ടിന്റെ ലോക്കറിലായിരുന്നു ഇന്നലെ ഈ പരിശോധന നടന്നത്. ഏറ്റവും പ്രധാനമായും CMR എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളുടെ രേഖകൾ അന്വേഷണ ഏജൻസികളിൽ നിന്നും മറച്ച് ഈ ലോക്കറിലേക്ക് വീണ മാറ്റിയിട്ടുണ്ട് എന്നതായിരുന്നു അന്വേഷണ ഏജൻസിയുടെ നിഗമനം. അതുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. പക്ഷേ കൈകാലിയായിരുന്നു പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടേത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ വീണയുടെ മറ്റ് 2 അക്കൗണ്ടുകൾ ഉൾപ്പെടെ 3 അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപയാണ് സുജയ പറഞ്ഞതുപോലെ അതിലെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അതെ, ഒരു പാട്ട് പാടാം, ഊമ്പാ വാ ആമ്പൽ ആമ്പൽ. ആ പാട്ട് തന്നെ സംഘികൾക്കും ഒപ്പം തന്നെ അവർ ഉണ്ടാക്കുന്ന കുറെ കഥകൾ കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന ഈ നാട്ടിലെ കുറെ വാവളന്താന്മാർക്ക് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങളുടെ ഇടയിൽ താറടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഇമാതിരി വേലത്തരങ്ങൾ, അത് മാധ്യമ വാർത്തകൾക്കപ്പുറം ഒരു ചുക്കുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പെരുപ്പിച്ച് കാണിക്കുക. ആകെ വീണയ്ക്കുണ്ടായിരുന്നത് 3 അക്കൗണ്ടുകൾ. ആ അക്കൗണ്ടുകൾക്കകത്ത് 1.5 ലക്ഷം രൂപ. എന്തായിരുന്നു ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്? 18 അക്കൗണ്ടുകൾ വീണയുടേത് ഫ്രീസ് ചെയ്യിച്ചു. 18 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇമാതിരി അലവലാതിത്തരങ്ങളൊക്കെ വാർത്ത എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ഇവർ ശത്രുവായി കാണുന്ന രാഷ്ട്രീയ നേതാവിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കാൻ, അവരുടെ പൊതുജീവിതത്തിൽ അവർ പ്രവർത്തിച്ച് നേടിയ ജനസമ്മതി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന നാറിയ നെറികെട്ട മറ്റൊരു രാഷ്ട്രീയ നാടകത്തിനാണ് ഇന്നലെ തിരശീല വീണത്. വീണ വിജയന്റെ ലോക്കറിൽ എന്തോ ഉണ്ട് എന്ന് 2 ദിവസം വലിയ സംഭവബഹുലമാക്കുന്നു. വീണ വിജയൻ ചോദ്യം ചെയ്യാൻ പോയി, അവിടെ എന്തോ 6 മണിക്കൂർ വരെ ചോദ്യം ചെയ്തു എന്ന സംഭവബഹുലം ഉണ്ടാക്കുന്നു. എന്ത് ഗുണം, എന്ത് നേട്ടം? ഇതുവരെ ഒരു ചുക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മാലിന്യത്തെയും മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ ഒരു അഖില ലോക വിഡ്ഢിയെയും സംഭവബഹുലമാക്കി കുറച്ച് സമയം ഇവർക്ക് വാർത്താ കച്ചവടം നടത്താം. അതിനപ്പുറത്തേക്ക് ശരിയായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, അവർ നടത്തിയ ഒരു കമ്പനിയിലൂടെ CMRL എന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കരാറിന്റെ ഭാഗമായി അക്കൗണ്ട് വഴി വാങ്ങിയ പണത്തിൽ കള്ളപ്പണമാണെന്ന് ഇവർ പറയുന്ന ആ വിവരക്കേടുമായി ബന്ധപ്പെട്ട് ഇവർ ആഗ്രഹിച്ചിരുന്ന, ഇവർ ആഘോഷിച്ചിരുന്ന സംഭവങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ച ബലൂൺ മാത്രമാണെന്ന് ഒടുവിൽ ഇഡിയുടെ ലോക്കർ നാടകം കഴിയുമ്പോൾ അവർക്ക് തന്നെ പറയേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലൂടെ നടക്കുന്നതെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.